ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് കോട്ടയത്താണ് കേട്ടോ. കോട്ടയത്തുകാരി മമിത ബൈജുവിൻ്റെ വീട്ടിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. മമിത ബൈജുവിൻ്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് പടം ജനനായകൻ ഇറങ്ങാനായിട്ട് പോവാണ്. ഇറങ്ങിയിട്ടില്ല. അതിനുമുമ്പ് ഞാൻ സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞതിന് കാരണം വിജയ് സാറിൻ്റെ അവസാനത്തെ സിനിമയെന്നും പറഞ്ഞാണ് ഇത് ഇറങ്ങാൻ പോകുന്നത്. ഇനി അതിനുശേഷം അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുകയോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റത്തില്ല. അതിനെക്കൊണ്ട് ഒരുപാട് ലക്ഷക്കണക്കിനുള്ള അദ്ദേഹത്തിൻ്റെ ആരാധകർ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന പടമാണ്. ആ പടം ഉടൻ തന്നെ എത്തും. പല പ്രശ്നങ്ങൾ കാരണം വീണ്ടും ഇങ്ങനെ റിലീസ് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനനായകനിലെ നായിക മമിത ബൈജു ആണ്. ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് ഒരു പാട്ട് പാടി. ആ പാട്ട് പാടിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അതിനുശേഷം എങ്ങോട്ടത്തേക്കാണ് ആൾ പോയതെന്ന് ഒരു പിടിയുമില്ല. അറിയാത്തവർക്ക് വരെ വളരെ പെട്ടെന്ന് അറിയപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോവായിരുന്നു. അപ്പോൾ പാട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടുപേര് പാടാം. നാളെ ഇൻട്രി ഇളകാതെ നീ ഇൻട്രി ഇളകാതെ, അങ്ങനെ ഇളകാതെ പാടി അവസാനം ഇപ്പോൾ ഇളകിയ ഒരു അവസ്ഥയിലാണുള്ളത്. എന്തായാലും ആ പാട്ട് പാടിയപ്പോൾ ഒരുപാട് പേരെടുത്തിട്ട് മോശമായിട്ടും അല്ലാതെയൊക്കെ ട്രോള് ഉണ്ടാക്കി. എന്തായാലും ആള് ഇപ്പോൾ കൂടുതൽ നന്നായിട്ട് അറിയപ്പെടുന്നുണ്ട്. തമിഴ് മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയതിനെക്കൊണ്ട് തമിഴ്നാട്ടിൽ നല്ലതുപോലെ മമിത ബൈജു അറിയപ്പെടാൻ ചാൻസ് ഉണ്ട്. മമിത ബൈജുവിൻ്റെ വീടുള്ളത് കോട്ടയം ജില്ലയിൽ കിടങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കിടങ്ങൂർ എന്ന് ഏകദേശം 1 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ എതിരെ വീട്ടിൻ്റെ അവിടെ എത്താനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ടൗണിലാണ്. കോട്ടയം ടൗണിൽ ഇങ്ങനെ വന്നിറങ്ങിയിട്ട് ഇവിടെ നിന്ന് നേരെ മമിത ബൈജുവിൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് നിൽക്കുവാണ്. എന്തായാലും കോട്ടയം ടൗൺ നല്ല തിരക്കിലാണ് കേട്ടോ. നല്ല കിടിലൻ തിരക്കിലാണ്. ഞാനിപ്പോൾ KSRTC സ്റ്റാൻഡ് അങ്ങോട്ട് നടക്കുവാണ്. ഗൈസ്, അങ്ങനെ ഞാൻ കുറച്ച് നേരം കറങ്ങിയതിന് ശേഷം എനിക്ക് കിടങ്ങൂർ പോകാനുള്ള ബസ് കിട്ടിയിട്ടുണ്ട്. ഈ ബസ് എന്ന് പറയുന്നത് പാലാ വഴി പോകുന്നതാണ്. ഈ കിടങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് പാലാ തൊടുപുഴ റൂട്ടിലാണ്. അപ്പോൾ പാലാ ബസ് കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾ യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നേരെ കിടങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങണം. ഓക്കെ, അപ്പോൾ നമുക്ക് കിടങ്ങൂർ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ അതിനെക്കൊണ്ട് ചെറിയ യാത്രാ വിശേഷങ്ങൾ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ കിടങ്ങൂർ ടൗണിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് കിടങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ചെയ്യാനുണ്ട് കിടങ്ങൂർ വരാനായിട്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാണ് മമിത ബൈജുവിൻ്റെ വീട്ടിലോട്ട് പോകുന്നതെന്നുള്ളത് ഒന്ന് തിരക്കണം. അപ്പോൾ ഇവിടെ ഈ കിടങ്ങൂർ ഒരു ക്ഷേത്രമുണ്ട്, കിടങ്ങൂർ ഒരു അമ്പലം. അപ്പോൾ അമ്പലത്തിൻ്റെ അടുത്താണ് ഇവരുടെ വീടെന്ന് പറയുന്നത്. ഇവിടെ ഒരു വലിയ ക്രിസ്ത്യൻ ചർച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഞാൻ പോവാണ്. ഗൈസ്, ഞാനങ്ങനെ കിടങ്ങൂർ വന്ന് ഇറങ്ങിയിട്ട് കിടങ്ങൂരിൽ നിന്ന് അയർക്കുന്നം പോകുന്ന ഒരു റൂട്ടുണ്ട്. അപ്പോൾ അതുവഴി ജസ്റ്റ് 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ആ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്തെത്തും. അവിടെ തന്നെയാണ് മമിത ബൈജുവിൻ്റെ വീടുള്ളത്. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ അയർക്കുന്നം പോകുന്ന റൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അയർക്കുന്നം എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് അയർക്കുന്നൊന്നും പോകണ്ട, 6 കിലോമീറ്ററാണ് കാണിച്ചേക്കുന്നത്. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ കിടങ്ങൂർ ജംഗ്ഷനിൽ നിന്ന് നടന്നിട്ട് 1 കിലോമീറ്റർ ആകുമ്പോൾ ഇതുപോലൊരു ജംഗ്ഷനിൽ വന്നെത്തും. ഇവിടെ വന്നിട്ട് രണ്ടായിട്ട് റോഡ് തിരിയാണ്. നമ്മൾ വന്ന മെയിൻ റോഡ് നേരെ പോകുന്നു. അതുവഴി ഇവിടെ നിന്നൊരു വലത്തോട്ടൊരു കട്ടിങ് ഉണ്ടോ, ഇത് മമിതയുടെ വീട്ടിലോട്ട് പോകുന്ന ലൈനാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫസ്റ്റ് നമ്മളങ്ങോട്ട് കയറുമ്പോൾ തന്നെ ആദ്യത്തെ വീടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനവിടെ തിരക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ മമിത ബൈജുവിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഈ റോഡ് സൈഡ് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ.
ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ റോഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകുന്നവർ ഇങ്ങോട്ടൊക്കെ നോക്കി മറ്റേ പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് പോണത്. നാളെ 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 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേൾക്കാം കേട്ടോ. ചിരി വരുന്നത് കേൾക്കുമ്പോൾ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ കഴിയുന്നില്ല. ഡോക്ടർ കെ ബൈജു. ഞാൻ ഇങ്ങോട്ടൊന്ന് റോഡ് ഇതാ, ആ ഒരു ജംഗ്ഷൻ തന്നെയാണ് കറക്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഫസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന ഒരു വീട്. ഇവിടെ ഒരു അപ്പച്ചൻ നിന്ന് വാഴ വെട്ടുവാണ്. അപ്പോൾ പുള്ളിയിട്ട് ചോദിച്ചാൽ കറക്റ്റ് പറഞ്ഞു തരും. അയൽവാസിയാണെന്ന് തോന്നുന്നത്. എന്തോ വാഴ വെട്ടുവാണോ? ഇത് നമ്മളെ മമിതയുടെ വീടല്ലേ? അവിടെ ഉണ്ടോ, ആളുണ്ടോ അവിടെ? ആ പക്ഷേ അവര് നടി ഇവിടെ കാണില്ലേ? എറണാകുളത്താണെന്ന് തോന്നുന്നല്ലേ? എറണാകുളത്തല്ല. ആ ഷൂട്ടിങ്ങിലാണ്. ഇവിടെ ഇല്ല എന്തായാലും. ആ നിങ്ങൾ ബന്ധുക്കളാണോ? ഓ ഇവിടെ കാണും. ഓ ഇനിയിപ്പോ ഇത് ഇറങ്ങി കഴിഞ്ഞാൽ വേറെ ഒരുപാട് പടങ്ങളിൽ വരും. സൺഡേ ആയതുകൊണ്ട് ഫാദർ ഉണ്ടാവും. ഓ ക്ലിനിക്ക് നടത്തുകയാണല്ലേ? നടക്കട്ടെ കേട്ടോ. ഞാനങ്ങനെ ആ അപ്പച്ചൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു കേട്ടോ. പുള്ളി അവിടെ ഒന്ന് വാഴയൊക്കെ വെട്ടി സെറ്റായിക്കൊണ്ടിരിക്കണം. വീട്ടിൻ്റെ പേരൊക്കെ സെറ്റ് പേരാട്ടോ, മഞ്ജിമ. മമിത ബൈജുവിൻ്റെ ആദ്യത്തെ പടമെന്ന് പറയുന്നത് സർവോപരി പാലാക്കാരൻ 2017 ഇറങ്ങിയ പടമാണ്. അതിനുശേഷം 2021 ഇറങ്ങിയ ഓപ്പറേഷൻ ജാവയാണ് അത്യാവശ്യം നല്ല ഒരു ഹിറ്റായിട്ട് മാറിയത്. അതൊരു ബ്രേക്ക് തന്നെയായിരുന്നു. 2024 ഇറങ്ങിയ പ്രേമലുവാണ് മമിത ബൈജുവിൻ്റെ ഏറ്റവും ഒരു ഹിറ്റ് ഫിലിം എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ ഒരുപാട് അവസരങ്ങൾ അവരെ തേടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തമിഴിൽ വരെ എത്തി നിൽക്കുന്നു. തമിഴിൽ പടം ഉടനെ റിലീസാവും. അതിനുശേഷം പിന്നെ എങ്ങോട്ടൊക്കെ പോകുമെന്നുള്ളത് കണ്ടറിയാം. ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള സിനിമകളിലാണ് ഏറ്റവും കൂടുതലും മമിത അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. യൂത്തിൻ്റെ ഇടയിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു താരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ പ്രേമലു ഇറങ്ങിയതിന് ശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കിടിലം മൂവി തന്നെയാണ് പ്രേമലു. പുറത്തുനിന്ന് ആരെയും കാണാനില്ല. ഞാൻ ഗേറ്റിനകത്തോട്ട് നോക്കുമ്പോഴേ ഗേറ്റ് അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുക. അതിനെക്കൊണ്ട് നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ അങ്ങോട്ട് തുറന്ന് കയറാനും പറ്റത്തില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു 2-3 ഗേറ്റുണ്ട്. പക്ഷേ എല്ലാ ഗേറ്റും അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ റോട്ടിൽ കൂടെയൊക്കെ ഈ നാളെ 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 എന്നുള്ള പാട്ട് പാടിക്കൊണ്ട് ആൾക്കാർ ബൈക്കിലൊക്കെ പോകാൻ കേട്ടോ. അപ്പോൾ ഇതുവഴിയൊക്കെ ഒരുപാട് ആൾക്കാർ വണ്ടിയിലൊക്കെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്. കാരണം ഈ നാളെ നാളെ എന്നുള്ള പാട്ട് ഭയങ്കര ഹിറ്റായി. അതിനെക്കൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് ആ ഒരു പാട്ടങ്ങ് അറിയാണ്ട് എല്ലാവരെല്ലാം മനസ്സിൽ വരുവാണ് കേട്ടോ. അതുവഴി പോകുന്നവരൊക്കെ വീട് നോക്കിയാണ് പോണേ. അത്രയും ഒരു ട്രെൻഡിങ് ആയി നിൽക്കുന്ന ടൈമാണ്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ പാട്ടിറങ്ങിയ ടൈമിൽ പോലും ഇത്രയും വലിയൊരു ഇത് ആ പാട്ടിന് കിട്ടിയെന്ന് ഡൗട്ടാണ്. കാരണം ഇത് ഇൻസ്റ്റാഗ്രാം വഴി അങ്ങ് എല്ലാ ഇടത്തും അങ്ങ് എത്തി. ഇപ്പോൾ ആൾക്കാർ കളിയാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോട്ടറി കച്ചവടം ഉണ്ടല്ലോ, അതേപോലെ നാളെ 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 നാളെയാണ് 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 ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഭവം. ഇത് കേട്ടിട്ട് മടുത്തു. ജനനായകൻ സിനിമയ്ക്ക് ഇതിനേക്കാൾ വലിയൊരു പ്രൊമോഷൻ ഉണ്ടാ എന്നുള്ള കാര്യം ഡൗട്ടാണ്. ഈ ജനനായകൻ എന്ന സിനിമ ഇപ്പോൾ പല പ്രശ്നങ്ങളാൽ ഇറങ്ങാൻ വേണ്ടി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണമെന്ന് മനസ്സിലാവുന്നില്ല. സെൻസർ ബോർഡിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. ഞാൻ നേരത്തെ അവരുടെ വീടിൻ്റെ മുന്നിലോട്ട് വരുമ്പോൾ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ക്ഷേത്രത്തിൻ്റെ ബോർഡ് ഒരെണ്ണം ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ഒരു കാണിക്ക വഞ്ചി സംഭവങ്ങളൊക്കെ അവരെ വീടിൻ്റെ മുന്നിലായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ചമ്രവട്ടത്ത് ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രം, അതിൻ്റെ തൊട്ട് മുന്നിലാണ് ഈ വീട് ഇരിക്കുന്നത്. ഗൈസ് കുറച്ച് നേരം കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ വെളിയിലൊന്നും ആരെയും കാണുന്നില്ല. അപ്പോൾ ഏതായാലും ഈ വീഡിയോ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു നടി അല്ലെങ്കിൽ നടൻ
ഒരു വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. ഞാൻ കോട്ടയത്ത് നിന്ന് വീണ്ടും തിരിച്ചു പോകണം.